അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ വന്ന ചോദ്യം, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പ്രാദേശിക കാഴ്ചയ്ക്ക് എതിരാണോ? അദ്ദേഹത്തിന്റെ ഫത്വ വായിച്ച് ചിലർ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഈ വിഷയത്തിൽ നിലപാട് എന്താണ്? ഖുറൈബ് റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചും ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ അഭിപ്രായം എന്താണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ കിബാറുൽ ഉലമാ, മുതിർന്ന പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെ കേവലം കർമ്മശാസ്ത്ര വിഷയമായിട്ട് മാത്രമല്ല കാണുന്നത്. ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. മറിച്ച് മുസ്ലിമീങ്ങളുടെ ഏകീകരണം, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തെ സംബന്ധിച്ചും അവർ വലിയ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഫത്വകളിൽ. നമ്മുടെ നാട്ടിലെ പല സഹോദരന്മാരും ഈ വിഷയം കർമ്മശാസ്ത്രപരമായി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പല സഹോദരന്മാരും മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും, അവർ ഒരുമിച്ച് നോമ്പെടുക്കുക, ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക, ഇസ്ലാമിക ശരീഅത്ത് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഈ ഒരു വശം മറന്നുകൊണ്ടാണ് ചില സഹോദരന്മാർ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കിബാറുൽ ഉലമാ സ്വീകരിച്ച സമീപനം, സ്വീകരിച്ച നിലപാട് നാം പ്രത്യേകം ഉൾക്കൊള്ളണമെന്നാണ് സാന്ദർഭികമായി ഒരു നസീഹത്തായിട്ട് ഇവിടെ ഉണർത്താനുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ വ്യക്തിപരമായി തീർച്ചയായിട്ടും അദ്ദേഹം അഫ്ദലായ ശരിയായ നിലപാട് എന്ന നിലയ്ക്ക് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്, ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണിക്കേണ്ടതില്ല. ഒരു മുസ്ലിം നാട്ടിൽ മാസപ്പിറവി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മറ്റു മുസ്ലിം നാടുകൾക്കും മറ്റു മുസ്ലിമീങ്ങൾക്കൊക്കെ ബാധകമാണ് എന്ന അഭിപ്രായക്കാരനാണ് ഇബ്നു ബാസ്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. ഇങ്ങനെയുള്ള ഹദീസുകളുടെ ഉമൂമാണ് ഇബ്നു ബാസ് പരിഗണിച്ചിട്ടുള്ളത്. ഇന്ന വാഹിറ ഹാദിഹിൽ അഹാദീസി വമാ ജാഅ ഫി മഅനാഹാ യഉമ്മു ജമീഅൽ ഉമ്മ. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ ഫത്വയാണിത്. അതായത് ഈ ഹദീസുകൾ, ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താണ്? അതായത് അത് എല്ലാ ഉമ്മത്തിനും ബാധകമാണ്. അപ്പോൾ ഒരു മുസ്ലിം നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ അത് മറ്റു മുസ്ലിമുകൾക്കും ബാധകമാണ് എന്നാണ് ഇബ്നു ബാസിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേ സമയത്ത് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഒരിക്കലും പ്രാദേശിക കാഴ്ചക്കാരുടെ അഭിപ്രായത്തെ ഗണ്ണിക്കുകയോ എതിർത്ത് പറയുകയോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാട്ടിൽ പ്രാദേശിക കാഴ്ച പ്രകാരം മാസപ്പിറവി പ്രഖ്യാപിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നോമ്പെടുക്കുകയും ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അവർ ചേരികളായി തിരിയാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഇബ്നു ബാസ് റഹിമഹുല്ലാ ഉണർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അമുസ്ലിം നാടുകളിലുള്ള ന്യൂനപക്ഷക്കാരായ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഷെയ്ഖ് ഇബ്നു ബാസ് പോലെയുള്ള പണ്ഡിതന്മാർ പ്രത്യേകം ഫത്വകളിൽ ഊന്നി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഖുറൈബ് റഹിമഹുല്ലാ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇബ്നു ബാസ് കാണുന്നത്? നോക്കൂ, നിങ്ങൾ ഇവിടെ നാം പോസ്റ്റ് ചെയ്ത ഫത്വയുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞ ഫത്വയാണ് ഇവിടെ നാം വായിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മജ്മുഉ ഫതാവ 15-ാം വാള്യം 84-ാമത്തെ പേജാണ് ഇവിടെ നാം കാണുന്നത്. പ്രാദേശിക കാഴ്ചയാണ് പരിഗണിക്കേണ്ടത്. ഓരോ നാട്ടിലും അതിൻ്റെതായ കാഴ്ചയുണ്ട്. അപ്രകാരം മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. മറ്റുള്ള നാടുകളിലുള്ള കാഴ്ച, മാസപ്പിറവി പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ഉദ്ധരിച്ച പ്രധാനപ്പെട്ട തെളിവെന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസാണല്ലോ, അഥവാ ഖുറൈബ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറയാണ്, വഹാദാ ഖൗലുൻ ലഹു ഹദ്ദുഹു മിനൽ ഖുവ്വ. ഈ ഒരു അഭിപ്രായത്തിന് അതിൻ്റെതായ പ്രാബല്യമുണ്ട്, ബലപ്പെട്ട അഭിപ്രായമാണ് ഇത്. വഖദ് റഅൽ ഖൗല ബിഹി അഅ്ദാഉ മജ്ലിസി ഹൈഅത്തി കിബാരിൽ ഉലമാഇ ഫിൽ മംലക്കത്തിൽ അറബിയ്യത്തി സഊദിയ്യത്തി ജംഅൻ ബൈനൽ അദില്ല. ഇപ്രകാരം ഈ ഒരു അഭിപ്രായം അനുസരിച്ച് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതി അംഗങ്ങളായ കിബാറുൽ ഉലമാ ഫത്വയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു അഭിപ്രായമാണ്, പരസ്പരം തെളിവുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായം ഇപ്രകാരമാകുന്നു. അപ്പൊ സഹോദരന്മാരെ, ഇവിടെയുള്ള